YNP ട്രസ്റ്റിന് കീഴിൽ വിപുലമായ സൗകര്യങ്ങളോടെ നവീകരിച്ച ഹാളുകൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 450 പേർക്ക് ഇരിക്കാവുന്ന AC ഹാൾ, 140 പേർക്ക് ഇരിക്കാവുന്ന കസേരകളും മേശകളുമുള്ള ഡൈനിങ് ഹാൾ, നവീകരിച്ച വിശ്രമ മുറികൾ, പാചക ആവശ്യത്തിന് എല്ലാ സംവിധാനങ്ങളോടും കൂടിയ അടുക്കള, പ്രഭാത ഭക്ഷണത്തിനും അത്താഴത്തിനും പരിസ്ഥിതി സൗഹൃദ സ്റ്റീൽ പ്ലേറ്റുകളും ഗ്ലാസുകളും ലഭ്യമാണ്. വിവാഹ ചടങ്ങുകൾക്കുള്ള പൂജാപാത്രങ്ങൾ, വിവാഹ ഹാളിലും ഡൈനിങ് ഹാളിലും ചടങ്ങ് കാണുന്നതിനുള്ള സ്ക്രീൻ സംവിധാനം, 75 കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന സൗകര്യം, സ്റ്റാൻഡ് ബൈ ജനറേറ്റർ, താഴത്തെ നിലയിൽ AC ഇല്ലാത്ത സൗകര്യവും ലഭ്യമാണ്. അലങ്കാരം, ഫോട്ടോഗ്രാഫി, കാറ്ററിംഗ്, ശബ്ദ വെളിച്ച സംവിധാനം എന്നിവ ഉപഭോക്താവിന്റെ ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം. കന്യാസ്ത്രീകളുടെ അറസ്റ്റ്, മുൻകാല KSU പ്രവർത്തകരുടെ മെഴുകുതിരി പ്രതിഷേധം. മുൻകാല KSU കൂട്ടായ്മ പ്രവർത്തകരുടെ പ്രതിഷേധം. മലയാളികളായ കന്യാസ്ത്രീമാരെ ജാമ്യം നിഷേധിച്ച് അവരെ കാരാഗ്രഹത്തിലടച്ച് അന്യായ നടപടികൾക്കെതിരെ മെഴുകുതിരി ദീപങ്ങൾ തെളിയിച്ചുകൊണ്ട് പ്രതിഷേധ ജ്വാല ഉയർത്തി. തോപ്പുംപടി BOT പാലത്തിനടുത്തുള്ള BSNL ഓഫീസിന് മുന്നിൽ വെച്ച് ആദ്യത്തെ പ്രതിഷേധ ജ്വാല തെളിയിച്ചുകൊണ്ട് മട്ടാഞ്ചേരി സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷൻ ജേക്കബ് പ്രതിഷേധ ജ്വാല തെളിയിച്ചുകൊണ്ട് പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം നിർവഹിച്ചു. അധികാരത്തിൽ വന്നു തുടങ്ങിയതാണ് രാജ്യത്തെ വർഗീയതയുടെ പേരിൽ പറഞ്ഞുകൊണ്ട് ചിഹ്നവിരുദ്ധമാക്കാനുള്ള ശ്രമം. ആ ശ്രമത്തിന്റെ ഭാഗമാണ് ഇന്ന് ഛത്തീസ്ഗഡിൽ നമ്മൾ കണ്ടത്. അവിടെ BJPക്ക് ഓശാന പാടുന്ന RSSും ബജറംഗുമെല്ലാം ഇന്ന് 2 സഹോദര കൺസിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുമ്പോൾ അവർ പുറത്ത് സന്തോഷം കൊണ്ട് ആഹ്ലാദിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അവർ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നവരാണ് ക്രൈസ്തവരായ ഈ സിസ്റ്റേഴ്സ് എല്ലാം. ഈ സിസ്റ്റേഴ്സ് പരമമാണ്. സാജൻ മണ്ണാളി അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ യോഗത്തിൽ UDF മുൻ ചെയർമാൻ അഗസ്റ്റസ് സിറിൽ, ഫ്രാൻസിസ് സേവ്യർ, ജയറാം, ഗോപാലകൃഷ്ണൻ, റോഷൻ, ഇബ്രാഹിം കുട്ടി എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസം മുൻപുണ്ടായിരുന്ന നമ്മുടെ യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഏറ്റവും ഉചിതമായൊരു പ്രവൃത്തിയാണ് നമ്മൾ നക്സൽ പ്രവർത്തകരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള ചാർജ് ഷീറ്റ് ഇതൊക്കെ അവിടെ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ അവർ ഹൈക്കോടതിയിൽ വന്നു. അന്ന് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത് കേവലം കുറച്ച് ലഘുരേഖ ഈ തീവ്രവാദികൾ അല്ലെങ്കിൽ നക്സൽ പ്രവർത്തകരെ പിടിച്ചതുകൊണ്ട് അവരെ ശിക്ഷിക്കാൻ നിർവാഹമില്ല. കാരണം അവർക്ക് പ്രചരിപ്പിക്കാനുള്ളത് ഇത് വരാനിരിക്കുന്ന സ്വരങ്ങളുടെ മുന്നോടി മാത്രമാണെന്ന് മുൻകാല പ്രതിഷേധ KSU കൂട്ടായ്മ പ്രവർത്തകർ പ്രതിഷേധ യോഗത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.